എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അജയ്കുമാർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ബ്ലഡ് പ്രഷർ, എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ വരുന്നത്. BP വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതാവസാനം വരെ മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? BP നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മരുന്നുകൾ കഴിച്ചിട്ടോ ആഹാരക്രമത്തിലൂടെയോ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് വിശദമായിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ BP നമ്മൾക്ക് ഉണ്ട് എന്ന് നമുക്ക് സംശയം തോന്നുകയും ഒരു പ്രാവശ്യം BP നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ BP അപ്പാരറ്റസ് വീട്ടിൽ മേടിച്ചു വയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള BP അപ്പാരറ്റസും മേടിക്കാൻ കിട്ടും, മെർക്കുറിയിൽ കൊണ്ട് ചെക്ക് ചെയ്യുന്ന BP അപ്പാരറ്റസും മേടിക്കാൻ കിട്ടും. ഇത് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ കൈമുട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ചുകൊണ്ട് ഇതിൻ്റെ കഫ് കെട്ടുക നമ്മൾ, എന്നിട്ട് നമ്മൾ BP ചെക്ക് ചെയ്ത് നോക്കുക. മിനിമം 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ BP ഒരാഴ്ച ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ടോ എന്ന് വിശദമായിട്ട് ചെക്ക് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യം നമുക്ക് BP ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ്. അത് നമ്മളുടെ ബോഡി, നമ്മുടെ ശരീരം തന്നെ നമുക്ക് പറഞ്ഞു തരും നമുക്ക് BP കുറച്ച് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട് എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾക്ക് തലവേദന, നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്കിട്ട് തലവേദന വരും. നമ്മൾക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തി ഇടയ്ക്കിടയ്ക്കിട്ട് കുറയും. നമ്മൾക്ക് ഇങ്ങനെ ഒരു മൂടലുമായിട്ട് നമ്മൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നന്നായിട്ട് ഇങ്ങനെ മൂടലുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ശരീരത്തിൽ മൊത്തം ഒരു നീർക്കെട്ടുണ്ടായിരിക്കും. നീർക്കെട്ടിന് മരുന്ന് കഴിച്ചാലും നമുക്ക് നീർക്കെട്ട് മാറുകയില്ല. നീർക്കെട്ട് തുടർച്ചയായിട്ട് നമുക്കുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഈ 3 സിംറ്റംസ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് മാറുന്നില്ലെങ്കിൽ നിങ്ങളുടെ BP നിങ്ങൾ അർജൻറ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക തന്നെ വേണം. ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് BP കൂടുതലുണ്ടോ, അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് എത്ര വരുന്നുണ്ട്, ഒരു ദിവസം എത്ര ടൈമിൽ ഇതിൻ്റെ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി BP എങ്ങനെയാണ് നമുക്ക് ഈ BP വരുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ BP വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, ഞാനിവിടെ വരുന്ന രോഗികളിൽ നിന്നും കൂടുതലായിട്ട് ഈ BP പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ BP പേഷ്യൻസ് അധികവും സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നില്ല. അതായത് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് ടൈമില്ല അവർക്ക്. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അല്ലെങ്കിൽ കഴിക്കില്ല. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡിനും ടൈമില്ല, വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണത്തിനും ടൈമില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തിന് ഒരു സമയനിഷ്ഠ കൊണ്ടുവരിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് BP പേഷ്യൻസിന്. പിന്നെ ഫാസ്റ്റ് ഫുഡ് നമ്മൾ മാക്സിമം ഒഴിവാക്കണം. BP ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, BP ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ, ഈ ഫാസ്റ്റ് ഫുഡിൽ അജിനോമോട്ടോകൾ ഒരുപാട് ചേർത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ ഒരുപാട് സോഡിയം എല്ലാം ചേർന്നുകൊണ്ട്, സോഡിയം നമ്മുടെ ഹാർട്ടിന് കൂടുതൽ വരുന്ന അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. BP ഉണ്ടെങ്കിൽ നമുക്ക് നാഡീ പരിശോധനയിൽ കൂടി BPയെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. പിന്നെ BP ഉള്ളവർ എന്തെല്ലാം ആഹാരങ്ങളാണ് നമ്മൾക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടത്, എന്തെല്ലാം ജ്യൂസുകൾ കഴിക്കണം, എന്തെല്ലാം പച്ചക്കറി വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കണം, എന്തെല്ലാം അരി ആഹാരങ്ങൾ എത്രയ്ക്ക് നമ്മൾക്ക് ലിമിറ്റ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. തണ്ണിമത്തൻ BP ഉള്ളവർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ദിവസവും രാവിലെ കഴിക്കുന്നത് നല്ല വ്യത്യാസം കാണിക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ലീഫ്, ധാന്യവർഗ്ഗങ്ങൾ, ഇതെല്ലാം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കറുവാപ്പട്ടയും ഏലക്കയും ചേർത്ത ചായ കുടിക്കുന്നത് BP കൺട്രോൾ ഡൗൺ വളരെ നല്ലതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു BP കൺട്രോൾ ഡൗൺ ഏറ്റവും നല്ല ഒരു പ്രയോഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൂവളത്തിൻ്റെ ഇല 5 ലീഫ് വെച്ചിട്ട് 15 ദിവസം അതിരാവിലെ കഴിക്കുക. 15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ BP ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും നമ്മൾക്ക്. അപ്പോൾ നമ്മൾക്ക് ഇത് അരി ആഹാരങ്ങൾ വളരെ കൺട്രോൾ ചെയ്തുകൊണ്ടും, സമയത്തിന് ഭക്ഷണം കഴിച്ചും, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കിക്കൊണ്ടും, നമ്മൾക്ക് വിരുദ്ധാഹാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും നമ്മൾക്ക് BPയെ കൺട്രോൾ ചെയ്യാവുന്നതാണ്.